ശക്തമായി വായിച്ച് നമുക്ക് നോക്കിയിരിക്കാം. ഹല്ലേലൂയ. 145-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവർത്തികളും അവൻ്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ മഹത്വത്തിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഓ മഹാപരിശുദ്ധനെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള സ്തുതികൾ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നാം പ്രാപിച്ചെടുക്കാം. ഹല്ലേലൂയ. ഓ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റട്ടെ. ഈ സങ്കീർത്തനങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധമായ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ താഴുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്നതായിരിക്കും. ഹല്ലേലൂയ. അവൻ്റെ വചനമയച്ച് നമ്മെ വിടുവിക്കുന്നതായിരിക്കും. അവൻ നമുക്ക് ഹല്ലേലൂയ സൗഖ്യമയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നമ്മുടെ കരങ്ങൾ ഉയർത്തി താഴുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളവർക്ക് ദൈവത്തിൽ നിന്നുള്ള നന്മകൾ ഇന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. ഈ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയെ ആരാധിപ്പാൻ, ഈ കൂട്ടായ്മ ആചരിപ്പാൻ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് പകൽക്കാലം അങ്ങയെ നോക്കി ഓടി വന്ന ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. അനേകർക്ക് ലഭിക്കാതിരുന്ന ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിപ്പാൻ അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ഈ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണം. ഈ വചനം 100 മേനി ഫലം കായ്പാൻ അങ്ങ് സഹായിക്കുമാറാകണം. ഞങ്ങൾക്ക് ആവശ്യമായ തോത് അങ്ങ് നൽകി തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും സഭയ്ക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി കർത്താവായ ദൈവം ഹല്ലേലൂയ അവസരത്തെ അടിയാൻ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് ഉയർപ്പിൻ്റെ പ്രഭാതമായിട്ട് ഇന്ന് ലോകം കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഹല്ലേലൂയ തൻ്റെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കലാണ് നാം ഇവിടെ ഇന്നത്തെ ദിവസമായിട്ട് ലോകം കൊണ്ടാടുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം ദൈവം എന്നും മരിക്കുകയില്ല. ദൈവം ഒരിക്കൽ മരിച്ചു, അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമായിട്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഹല്ലേലൂയ. എന്നാൽ ലോകം ഹല്ലേലൂയ ഇന്നത്തെ ദിവസം ദൈവം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു കൊണ്ടാടുമ്പോൾ അത് ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ബൈബിളിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പ്രതികൂലമല്ലാത്തവരൊക്കെ നമുക്ക് അനുകൂലരാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് നാമധേയരായി ആരാധിക്കുന്നവരും നമുക്ക് പ്രതികൂലമല്ലാത്തതുകൊണ്ട് അവർ ദൈവത്തെ പുകഴ്ത്തുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കവരെ വെറുക്കേണ്ട ആവശ്യമില്ല. അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം അവരെ ആകർഷിച്ചു കൊണ്ടുവരുമ്പോൾ അവർ രക്ഷയുടെ സന്തോഷം കരസ്ഥമാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് ഉയർപ്പിൻ്റെ ഒരു പ്രഭാതം നാം അല്ലെങ്കിൽ ദേശം കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ നാം 145-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഇവിടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമുക്കറിയാം എപ്പോഴും ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ സ്തുതിക്കണം, അവൻ രാജാതി രാജാവാണ്, അവനെ പുകഴ്ത്തണം, അവൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തണം, നാൾതോറും അവനെ വാഴ്ത്തണം, അവൻ്റെ നാമത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യവും ഓരോ വാക്യത്തിലും അവൻ ദൈവത്തെക്കുറിച്ചുള്ള മഹത്വമായ കാര്യങ്ങൾ, അഗോചരമായ കാര്യങ്ങൾ, അവൻ്റെ തലമുറ, അവൻ്റെ ക്രിയകളെക്കുറിച്ചുള്ള, പ്രവൃത്തികളെക്കുറിച്ചുള്ള, അവൻ്റെ തേജസ്സിനെ കുറിച്ചുള്ള, അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഓരോ പ്രവൃത്തികളെയും ഈ വാക്യങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദാവീദിന് പറയുവാനായിട്ടുള്ളത് അവൻ്റെ കുടുംബ മഹിമയോ അവൻ്റെ കുടുംബ ശ്രേഷ്ഠതയോ അവൻ്റെ രാജഭരണത്തെക്കുറിച്ചൊന്നുമല്ല. രാജാവായ ദാവീദിന് അവന് പറയുവാനായിട്ടുള്ളത് തൻ്റെ ദൈവത്തിനെ കുറിച്ചുള്ള പുകഴ്ചയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായു പ്രസ്താവിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വായിൽ കൂടെ പുറപ്പെടുന്ന ഓരോ വാക്യങ്ങൾ, ഓരോ വാക്കുകളെയും കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നാം ആരെ പുകഴ്ത്തുന്നു? നാം നമ്മെ തന്നെ പുകഴ്ത്തുന്നുവോ? നമ്മുടെ കുടുംബത്തെ പുകഴ്ത്തുന്നുവോ? നമ്മുടെ മക്കളെ പുകഴ്ത്തുന്നുവോ? നമ്മുടെ ജോലിയെ നാം പുകഴ്ത്തുന്നുവോ? അതോ ദൈവത്തെയാണോ നാം പുകഴ്ത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇതിൻ്റെ 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നു, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അവൻ എല്ലാവർക്കും നല്ലവൻ. ഹല്ലേലൂയ. ഇവിടെ ഈ ദാവീദ് രാജാവിൻ്റെ ഈ വാക്യം നാം കാണുമ്പോൾ നമുക്കറിയാം ഈ വാക്യം പറഞ്ഞത് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ, യോനായുടെ പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ നമുക്കവിടെ യോന പറയുന്ന ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടെ യോന പറഞ്ഞത്, യഹോവയായ ദൈവമേ, നിന്നെക്കുറിച്ച് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഞാൻ എൻ്റെ ദേശത്തിൽ വെച്ച് നിന്നെക്കുറിച്ച് എനിക്ക് നല്ലൊരു അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ നിനവയിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ തർശീശിലോട്ട് ഓടിപ്പോയത്. കാരണം നീ പ്രൈസലോ കൃപയുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്, നീ ദീർഘക്ഷമയുള്ളവനാണ്, നീ മഹാദയുള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പക്കൽ ദയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗിച്ചതും പ്രവചിച്ചതും ചിലപ്പോൾ അവിടെ സംഭവിക്കുകയില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ദാവീദിന്റെ 8-ാം വാക്യത്തിൽ പറയുന്ന പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് യോനാ പ്രവാചകന്റെ ജീവിതകാലത്ത് സംഭവിച്ച കാര്യം
യോനാ പ്രവാചകന് തൻ്റെ ദൈവത്തെക്കുറിച്ചൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ദൈവം കൃപയുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ മഹാദയുള്ളവനാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പലപ്പോഴും നാം പ്രസംഗങ്ങളിൽ കേൾക്കാറുണ്ട്, നാം പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ഒരു ചെറിയ പാപം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഹല്ലേലൂയ, ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുകയില്ല, അതുകൊണ്ട് ഇനി തുടർന്ന് പാപം ചെയ്തുകൊണ്ടേ ജീവിക്കാമെന്ന് പറയും. എന്നാൽ ബൈബിൾ എങ്ങനെ പഠിപ്പിക്കുന്നു? ഹല്ലേലൂയ, ദൈവം മഹാദയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ഏറ്റുപറഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ അവൻ ചേർത്തുകൊള്ളുന്നവനാണ്, അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ കൂടെ പറയുന്നത്, നമ്മുടെ ദൈവം മഹാദയുള്ളവനാണ്. ഹല്ലേലൂയ. അവന്റെ പക്കൽ മുഖപക്ഷമില്ല, അവന്റെ പക്കൽ ഹല്ലേലൂയ കരുണയുള്ള ദൈവമാണ്. അവനോട് ചേർന്നിരുന്നാൽ അവൻ നമുക്ക് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പറയുമ്പോൾ ഹല്ലേലൂയ നാമും അത് ഏറ്റുപറയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും ദൈവം കരുണ കാണിച്ചതുകൊണ്ട് നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നു. പലപ്പോഴും അവൻ ദയ കാണിച്ചതുകൊണ്ട് നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നു. പലപ്പോഴും അവന്റെ ദീർഘക്ഷമ നമ്മെ ഹല്ലേലൂയ മരണത്തിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അന്നത്തെ ദൈവജനം എന്തെങ്കിലും കുറ്റം ചെയ്താൽ അപ്പോൾ തന്നെ ശിക്ഷ ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വീണ് പ്രാണനെ വിടുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമകാലത്ത് യേശുവിനെ സ്നേഹിച്ച് യേശു നമ്മെ രക്ഷിച്ച് കൊണ്ടുവന്നിരിക്കുമ്പോൾ അവന്റെ പക്കൽ മഹാദയുണ്ട്, ദീർഘക്ഷമയുണ്ട്. നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ അവന്റെ പക്കൽ മോചനമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ ദാവീദിനൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം ഹല്ലേലൂയ വീഴാൻ പോകുന്നവരെ താങ്ങുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. വീഴാൻ പോകുന്നവനെ ഉന്തിത്തള്ളുന്ന ഒരു ദൈവമല്ല, വീഴാൻ പോകുന്നവനെ ചവിട്ടിത്തള്ളുന്ന ഒരു ദൈവമല്ല, വീഴാൻ പോകുന്നവനെ എന്തെങ്കിലും ചെയ്ത് അവനെ മറിച്ചിടുവാൻ ശ്രമിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നാം തകർന്നു പോകുവാനുള്ള കാലത്ത് ദൈവം നമ്മെ പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മുടെ ദാവീദ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയ ദൈവമക്കളെ, നാം എത്രയോ പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നാം വീണ് തകരാമായിരുന്നു. എത്രയോ പ്രാവശ്യം നാം വീണ് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ രോഗങ്ങളാൽ നാം തകർന്നു പോകുവാൻ, ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ പലപ്പോഴും അവസരങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം നമ്മെ താങ്ങി നിർത്തി, ദൈവം നമ്മെ താങ്ങി എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വീഴുന്നവരെ താങ്ങുന്ന ഒരു ദൈവത്തെ കുറിച്ച് ദാവീദ് പറയുന്നത്. എന്നാൽ ഇവിടെ നാം നോക്കുമ്പോൾ ഇരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് കുനിയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് കുനിഞ്ഞു നിൽക്കേണ്ടി വന്നു, എന്തുകൊണ്ട് കുനിഞ്ഞിരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, നിവർന്നു നോക്കുവാനുള്ള ധൈര്യമില്ല. നിവർന്നു നോക്കുവാൻ നമുക്ക് ശക്തി അശേഷമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും നാം നിരാശയുടെ കുഴിയിൽ വീണിരിക്കുമ്പോൾ ദൈവം നമ്മെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, ബൈബിളിൽ വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 17ഉം 18ഉം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏലിയാവിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഏലിയാവ് അവിടെ വലിയൊരു ശുശ്രൂഷ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഈ ആണ്ടുകളിൽ പെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവൻ പോയിരിക്കുകയാണ്. അവൻ പോയിരിക്കുമ്പോൾ അവന് ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും വരികയാണ്. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് പറയുകയാണ്, നീ പോയി ആ രാജാവിനെ പോയി കാണണം, കണ്ടിട്ട് പറയണം, ഞാനിതാ മഴ പെയ്യിക്കുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു വെല്ലുവിളി നടത്തി ആ പ്രവാചകന്മാരെയൊക്കെ തകർത്തെറിഞ്ഞിട്ട് അവനൊരു മലയുടെ മുകളിൽ കയറിയിരുന്ന് കാലുകൾക്കിടയിൽ അവന്റെ തലയെ വെച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്ര വലിയ ശുശ്രൂഷകൾ ചെയ്താലും, എത്ര വലിയ ജോലികൾ ഉണ്ടായിരുന്നാലും, എത്ര വലിയ ശമ്പളം നമുക്കുണ്ടായിരുന്നാലും, എന്ത് വല്ല സാമ്പത്തിക നന്മകൾ ഉണ്ടായിരുന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കുനിഞ്ഞിരിക്കേണ്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഇനിയും വരാം. ഹല്ലേലൂയ. എന്നാൽ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്
ദൈവം നമ്മെ തൂക്കി ഉയർത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മുടെ തല ഉയർത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ കുനിഞ്ഞിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവൻ വെല്ലുവിളി നടത്തിയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ മഴയെ കാണുവാനായിട്ടില്ല. മഴയെ കാണാതെ വന്നപ്പോൾ അവന്റെ കൂടെയുള്ള ശിഷ്യനോട് പറയുകയാണ്, നീ കടലിലോട്ട് പോയി നോക്കുക. ഹല്ലേലൂയ. അങ്ങനെ 7 പ്രാവശ്യം അവൻ പോയി നോക്കുമ്പോൾ, അവൻ നോക്കിയപ്പോൾ ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു ചെറിയൊരു മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നതായിട്ട് അവർ കാണുവാനായിട്ട് കഴിഞ്ഞു. അവന്റെ മുഖം ഉയർത്തുവാനായിട്ട് അതൊരു കാരണമായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ചിന്തിക്കും, വലിയൊരു മഴ, വലിയൊരു മേഘം ഞാൻ കാണുവാനായിട്ട് കാത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു മേഘമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്, ചെറിയൊരു നന്മയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. വലിയ നന്മ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ചെറിയൊരു നന്മ നാം കാണുമ്പോൾ, അയ്യോ ഇത്രയേ ഉണ്ടായുള്ളൂ, ദൈവം ഇത്രയേ എനിക്ക് തന്നുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാതെ നാം കുറച്ചു സമയം വെയിറ്റ് ചെയ്താൽ ഒരു തടുപ്പാൻ കഴിയാതെ വണ്ണമുള്ള ഒരു മഴ, അത്രയ്ക്ക് വലിയൊരു മഴ അവിടെ പെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചെറിയ നന്മകളിൽ നാം ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, നമുക്ക് കിട്ടുന്ന നന്മകളെ നാം ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായിരുന്നാൽ, അവൻ ആ നന്മയെ വളർത്തി വലുതാക്കി അതിനെ വലിയൊരു മേഘമാക്കി അതിനെ ഹല്ലേലൂയ നമുക്ക് താങ്ങുവാൻ കഴിയാത്തത്ര ഉള്ള നന്മകളാക്കി തീർക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കുനിഞ്ഞ് ഇരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ച് ദാവീദിലൂടെ പറയുവാനായിട്ടുണ്ട്. അതിലുപരിയായിട്ട് നമുക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം വിളിച്ച്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ 24 വർഷം ദൈവത്തെ കാത്തിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയ ദൈവം 24 വർഷവും ഒരു കാര്യവും ചെയ്തില്ല. 99 വയസ്സായിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു നന്മ കാണുവാൻ കഴിയാതെ അവനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, 24 വർഷമല്ല, 50 വർഷമല്ല, 100 വർഷമായിക്കൊള്ളട്ടെ, ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സാറായ്ക്ക് 90 വയസ്സായപ്പോൾ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അവന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 24 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറാൻ 24 വർഷം വേണ്ടി വന്നു. പ്രിയ ദൈവമക്കളെ, അവൻ കൂടാര വാതിൽക്കലിരുന്ന് 99-ാമത്തെ വയസ്സിൽ അവൻ കൂടാര വാതിൽക്കലിരുന്ന് അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവൻ കുനിയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അവന്റെ ദാസിയിൽ അവനൊരു കുഞ്ഞുണ്ടായി, എന്നാൽ അവന്റെ സ്വന്തം ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടായില്ല. ആ ദുഃഖം ഇങ്ങനെ പേറി അവന്റെ കൂടാരവാതിൽക്കൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ അവനന്റെ കുനിഞ്ഞിരുന്ന തലയെ ദൈവം ഒന്ന് നിവർത്തി. ഹല്ലേലൂയ. ദൈവം ഒന്ന് തല ഉയർത്തി അവന്റെ തല ഉയർത്തിയപ്പോൾ അവൻ കാണുന്നത് ദൈവദൂതന്മാർ നിൽക്കുന്നത് അവൻ കാണുകയാണ്. ഹല്ലേലൂയ. അവൻ ഓടിപ്പോയി. ഹല്ലേലൂയ. കുനിഞ്ഞിരുന്ന തലയെ ദൈവം ഉയർത്തിയപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ കാണുവാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞു. അവൻ ഓടിപ്പോയി നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, നാം കുനിഞ്ഞിരിക്കേണ്ടവരല്ല, ദൈവം നമ്മെ കുനിച്ചിരുത്തുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്, നമ്മുടെ തലയെ താഴ്ത്തി വെക്കുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ തലയെ ദൈവം ഉയർത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇവിടെ ഇതാ 24 വർഷം അല്ലെങ്കിൽ 99 വർഷമായിട്ട് കാണാതിരുന്ന ആ നന്മയെ കാണുവാനായിട്ട് ദൈവം അബ്രഹാമിന്റെ തലയെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവിടെ ദൂതന്മാർ നിൽക്കുക, അല്ലെങ്കിൽ ദൈവം നിൽക്കുന്നത് അവൻ കാണുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ അവൻ ആനയിച്ചുകൊണ്ട് വീട്ടിൽ വരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും, നിന്റെ സന്തതി, നിന്റെ വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞുള്ള ഒരു നന്മയെ പ്രാപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തല എവിടെയൊക്കെ കുനിഞ്ഞിരിക്കുന്നുവോ അവിടെയൊക്കെയും ദൈവം നമ്മെ തല ഉയർത്തുവാനായിട്ട് സഹായിക്കുമെന്നുള്ളതിനൊരു സംശയവുമില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം വിട്ട് ഓടിപ്പോയി കുനിഞ്ഞിരുന്നാൽ
അവരെ തലയെ ദൈവം ഉയർത്തുകയില്ല. ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവത്തോട് ചേർന്ന് നിന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് നാം ശ്രമിച്ചാൽ നമ്മുടെ തലയെ ദൈവം ഉയർത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ തല താണിട്ടുണ്ടോ, നമ്മുടെ നടുവ് കുനിഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ താണിരിക്കേണ്ടി വന്നിട്ടുണ്ടോ, നിരാശപ്പെടേണ്ട. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഞാനൊരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് എൻ്റെ നന്മകളൊക്കെയും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വിടുതലുണ്ട്. ദൈവത്തിൽ നിന്ന് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ടുള്ള ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ. ഇവിടെ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് ദാവീദ് പറയുകയാണ്. നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവിടെ യേശു ഹല്ലേലൂയ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൂനിയായ ഒരു സഹോദരി, ഹല്ലേലൂയ, 18 വർഷമായിട്ട് അവളെ പിടിച്ച് കുലിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പൈശാചിക ശക്തി നിറഞ്ഞ ഒരു സഹോദരിയെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവം യേശു അവളെ കണ്ടിട്ട് ഹല്ലേലൂയ അവളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. 18 വർഷമായിട്ട് അവൾ കൂനിയായ ഒരു സഹോദരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നടക്കേണ്ട ഒരു അനുഭവം വന്നു. ഹല്ലേലൂയ. നാം എത്ര വർഷമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസിയായി നിന്നിട്ടുണ്ട്? എത്ര വർഷമായി നമ്മെ മറ്റുള്ളവർ പരിഹസിക്കുന്നു? എത്ര വർഷമായി നമ്മുടെ നന്മകൾ കാണുവാൻ കഴിയാതെ നാം നിരാശപ്പെട്ടിരിക്കുന്നു? എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, 18 വർഷമായാലും 20 വർഷമായാലും നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ ബന്ധനം അഴിക്കുവാനായിട്ട് പോവുകയാ. ഹല്ലേലൂയ. നമുക്കുള്ള നന്മകളെ കെട്ടി ചുരുട്ടി ഉരുട്ടി വച്ചിരിക്കുന്നുവെങ്കിൽ, അത് കെട്ടി ചുരുട്ടി ഒരു മൂലയിൽ വച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവം അതിനെ പിഴഞ്ഞു പിടിച്ച് അതിനെ എടുത്ത് നിവർത്തി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാൻ ദൈവം എന്നും ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം മൊർദെഖായിക്കെതിരെയുള്ള ഹല്ലേലൂയ നിയമം പാസ്സാക്കുവാനായിട്ട് ഹാമാൻ വരുമ്പോൾ ആ കഴുമരത്തിൽ തന്നെ ഹാമാനെ തൂക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ. ദൈവമക്കൾക്കെതിരെ പോരാടുന്ന ഏത് നിയമവ്യവസ്ഥകളായിക്കൊള്ളട്ടെ, ഏത് മാനുഷിക കെണികളായിക്കൊള്ളട്ടെ, ഏത് മനുഷ്യരുടെ തന്ത്രങ്ങളായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ തകർത്തെറിയുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അവൻ ഇന്നും ശക്തനുള്ളവനാണ്, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, അവൻ ഇന്നും ബന്ധനങ്ങളെ തകർത്തെറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവം ഇന്ന് നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ കൂടെ പറയുകയാണ്. അതിന്റെ താഴോട്ടൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചും, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചും, രക്ഷിക്കപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചും, അടുത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചും, ബലവാനും ബലഹീനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ അവിടെ വന്ന് കാര്യം നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് താഴോട്ട് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ ദൈവം നമ്മോട് പറയുന്നു, ഈ വചനത്തെ കൂടെ നമ്മോട് പറയുകയാണ്, നീ ഇന്നലെ വരെയും ഇന്ന് വരെയും കുനിഞ്ഞിരുന്നുവോ, ഇന്നിതാ ഒരു ഉയർപ്പിന്റെ സുപ്രഭാതമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ അനുഭവത്തിന്റെ ഒരു പ്രഭാതമാണെന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ ദൈവം നമ്മുടെ പ്രവൃത്തികളെ, ആ കാര്യങ്ങളെ സാധ്യമാക്കി തരും, നമ്മുടെ യാത്രകളെ സഫലമാക്കി തരും, നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തന ഭാഗത്ത് നിന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഈ സങ്കീർത്തന ഭാഗത്തിൽ കൂടെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുപാടി ശേഷമായിട്ട് ദൈവത്തിൽ സാക്ഷ്യം പറയും. പ്രാർത്ഥനയോടെ ദിവസമായിരിക്കും.